ഇൻവേർഷൻ ടെമ്പറേച്ചർ ആൻഡ് ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് എഫക്റ്റുമായിട്ടുള്ള റിലേഷനാണ് പഠിക്കാൻ പോണത്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പ്രീവിയസ് ഇയറിലൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ചോദിക്കാം. ഓക്കെ, ഇൻവേർഷൻ ടെമ്പറേച്ചർ ആൻഡ് ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ്. ആദ്യം P+A/V² ഇൻറ്റു V - B ഇസ് ഈക്വൽ ടു RT എന്നറിയാലോ. അപ്പം P ഇൻറ്റു AV അങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. PV - PB പ്ലസ് A/V മൈനസ് AB/V² ഇസ് ഈക്വൽ ടു RT. ഓക്കെ, AB/V² ഇസ് ഈക്വൽ ടു RT. അതിൽ ഇത് നെഗ്ലിജിബിൾ ടേം ആണ്, അതുകൊണ്ട് അത് എടുക്കണ്ട. അപ്പോൾ നമുക്കിനി എന്തുണ്ട്? PV - PB പ്ലസ് A/B ഈസ് ഈക്വൽ ടു RT. അതിൽ നിന്ന് PVനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ റൈറ്റിലോട്ട് മാറ്റുകയാണ്. PV ഈസ് ഈക്വൽ ടു RT പ്ലസ് PB മൈനസ് A/V. ഓക്കെ, എന്നിട്ട് V ഈസ് ഈക്വൽ ടു RT/P പ്ലസ് PB/P എന്ന് പറയുമ്പോൾ എന്താവും? B മൈനസ് A/P അല്ലേ താഴെ പോകണം, PV എന്നായി. ഓക്കെ, ഇനി ഒരു ചെറിയ ചേഞ്ച് ഇവിടെ വരും എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ PVക്ക് പകരം നമുക്കറിയാം ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. N1 ആകുമ്പോൾ PV ഈസ് ഈക്വൽ ടു RT ആവും. അപ്പം PVക്ക് പകരം ഞാൻ RT എഴുതുകയാണേ. അപ്പോൾ എങ്ങനെ വരും? V ഈസ് ഈക്വൽ ടു RT/P പ്ലസ് B മൈനസ് A/RT എന്നായി. ഓക്കെ, ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ∂V/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ചെയ്യണത്. ഇസ് ഈക്വൽ ടു ∂∂T ഓഫ് RT/P പ്ലസ് പിന്നെ ആരുണ്ട്? ഇത് B കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഡിഫറൻസിയേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 അല്ലേ? 0 മൈനസ് ∂/∂T ഓഫ് A/RT. ഓക്കെ, ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ∂V/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് കിട്ടി. ഇവിടെ എന്ന് പറഞ്ഞാൽ T ഒന്നല്ലേ ഉള്ളൂ. അപ്പം d/dx ഓഫ് x 1 അല്ലേ. അപ്പം അതുപോലെ തന്നെ d/dt ഓഫ് t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പം R/P ഇൻറ്റു 1 പ്ലസ് ഈ 0 മൈനസ് ഡിഫറൻസിയേഷൻ ഓഫ് 1/t എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൈനസ് 1/t² ആണ്. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള A/R കൂടെ എഴുതണം. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ∂V/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു R/P പ്ലസ് A/RT². This would be our equation number 1. Equation number 1 കണ്ടോ? ഓക്കെ, കഴിഞ്ഞില്ല. ഇനി അടുത്ത സെറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ ഇവിടെ, PV മൈനസ് PB മറ്റേത് P പ്ലസ് A/V² ഇൻറ്റു V - B ഇസ് ഈക്വൽ ടു RT എന്നൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? അപ്പോൾ PV മൈനസ് PB പ്ലസ് A/V, പിന്നെ അത് നെഗ്ലിജിബിൾ ടേം ആയിട്ട് എഴുതണ്ട, ഈക്വൽ ടു RT. ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്. P ഇൻറ്റു V - B പ്ലസ് A/V ഇസ് ഈക്വൽ ടു RT എന്ന് പറഞ്ഞ് എഴുതുകയാണേ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലിയർ ആയില്ല അല്ലേ? നമ്മൾ നോർമൽ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും ഇവിടെ നിന്നും Pനെ കോമൺ ആയിട്ട് പുറത്തെടുത്തി, വേറൊന്നും ചെയ്തില്ല. ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, പക്ഷേ ഞാൻ ചെയ്തത് കറക്റ്റായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. P പ്ലസ് A/V² ഇൻറ്റു V - B ഇസ് ഈക്വൽ ടു RT ആണെന്നറിയാലോ. V - B ഇസ് ഈക്വൽ ടു RT ആണെന്നറിയാം. ദാറ്റ് ഈസ് PV - PB പ്ലസ് A/V ഇസ് ഈക്വൽ ടു RT. P ഇൻറ്റു V - B പ്ലസ് ഇവിടെ A/Vക്ക് പകരം ഇടാം A/RT ഇൻറ്റു P എന്നെഴുതാലോ, ഇസ് ഈക്വൽ ടു RT. ഇനി ഇതിൽ നിന്നും ഞാൻ 2 Pനെ പുറത്തോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് V - B കോമൺ ആയിട്ട് എടുത്തിട്ട് പ്ലസ് A/RT. Pനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ആ Pനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യും, RT/P. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം എന്ത് വരും? ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട, ഈ ടീനെ കൊണ്ട് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് V - B/T പ്ലസ് A/RT² ഇസ് ഈക്വൽ ടു R/P.
ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കുകയാണേ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കി. എടാ ഇവിടെ ഉള്ള ഒരു R/P അല്ലേ നമ്മൾ നേരത്തെ ചെയ്തതിൽ നമുക്ക് കിട്ടിയ R/P കണ്ടോ? അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ R/P ഈസ് ഈക്വൽ ടു ഇതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് എങ്ങനെ വരും? ∂V/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു V മൈനസ് B/T പ്ലസ് A/RT സ്ക്വയർ പ്ലസ് പിന്നെ ഈ A/RT സ്ക്വയർ. ഇവിടെ 2 A/RT സ്ക്വയർ ഉണ്ട്, അത് രണ്ടും കൂടെ ജോയിൻ എന്താവും? 2A/RT സ്ക്വയർ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം കുറേ കാൽക്കുലേഷൻസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എഴുതുന്നതിനോടൊപ്പം നിങ്ങളും എഴുതിക്കൊണ്ട് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്കിനി അടുത്തത് നോക്കാം. ഇനി ഈ ടീനെ ഞാൻ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ദാറ്റ് ഈസ് T∂V/∂T at constant pressure is equal to V minus B plus 2A/RT. ഈ രണ്ട് ടീനെ കോമൺ ആയിട്ട് എടുത്തിട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒരു വോളിയം എക്സ്പാൻസിവിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. T∂V/∂T at constant pressure plus ∂H/∂P at constant temperature is equal to V. അതിൽ നിന്ന് T∂V/∂T at constant pressure minus V is equal to ∂H/∂P at constant temperature എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. മൈനസ് വരും. ഇനി ഇത് ഞാൻ നേരത്തെ ഇത് ഇക്വേഷൻ നമ്പർ 3 ആക്കി, ഇത് ഇക്വേഷൻ നമ്പർ 4 ആക്കി. ഓക്കെ, ഇനി ഇതിൽ എടാ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്ന് ചേഞ്ച് ആക്കുകയാണേ. എങ്ങനെ? T∂V/∂T at constant pressure minus volume is equal to 2A/RT minus V. ഇതല്ലേ ഇത്? അപ്പം ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? ഇതെഴുതാം. ദാറ്റ് ഈസ് മൈനസ് ∂H/∂P അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 2A/RT മൈനസ് B. ഓക്കെ, ഈ ഇക്വേഷൻ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷനാണ് നമ്മുടെ ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിത് ഇവിടെ ഈ ഇക്വേഷൻ കിട്ടി. അതിൽ ഞാൻ ഒരു ചെറിയ ചേഞ്ച് അല്ല, ആ ഇക്വേഷൻ നമ്മുടെ നോർമൽ ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റെ റിലേഷൻ എഴുതിയിട്ട് മൈനസ് ∂H/∂P അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ is equal to Cp.T/∂P at constant enthalpy എന്ന് എഴുതി. എന്നിട്ട് ഇതുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. Cp.T/∂P at constant enthalpy is equal to 2A/RT minus B. ഇനി .T/∂P at constant enthalpy is equal to 1/Cp into 2A/RT minus B എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ. വലിയൊരു ഡെറിവേഷനാണ് അല്ലേ. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കിക്കേടാ, 2A/RT ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ ഇത് വലുതായിരിക്കും. അപ്പം μJT വിൽ ബി പോസിറ്റീവ്. ടെമ്പറേച്ചർ നല്ല ലോ ആണെങ്കിൽ 2A/RT വിൽ ബി വെരി ലോ. ടെമ്പറേച്ചർ നല്ല വലുതാണെങ്കിൽ, ദാറ്റ് ഇസ് വെൻ ദ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ or greater than inversion temperature, 2A/RT will be very low and the നമ്മുടെ μJT will be negative. temperature very less ആണ്, ഭയങ്കര ലെസ് ആണ്. and it is lower than inversion temperature, then 2A/RT will be positive and greater and μJT will be പോസിറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഐദർ കൂളിംഗ് നോർ ഹീറ്റിംഗ് ഒബ്സർവ്ഡ് ആണ്. 2A/RT മൈനസ് B ഈസ് ഈക്വൽ ടു 0. TI ആവും, ദറ്റ് ഈസ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അപ്പോൾ 2A/RT I ഈസ് ഈക്വൽ ടു B ആവും. അപ്പം 2A ഈസ് ഈക്വൽ ടു എന്ത് വരും? 2A/B. R എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവേർഷൻ ടെമ്പറേച്ചറായി. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായി R ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. വാൻഡർവാൾസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എയും ബിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.